ഒരു കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിവിട്ട ദിവസമായിരുന്നു ഇന്നലെ. 2 മക്കൾക്ക് ഉമ്മയില്ലാതായ ദിവസം. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം വീടിന്റെ ഉമ്മറത്ത് മാതാപിതാക്കളെ കാത്തിരിക്കുകയായിരുന്നു 2 കുരുന്നുകളും. എന്നാൽ മാതാപിതാക്കളെ കാത്തിരുന്ന ഇവർക്ക് മുന്നിലേക്കെത്തിയത് അയൽവാസികളും ബന്ധുക്കളുമൊക്കെയായിരുന്നു. നിറയെ ആളുകൾ വീട്ടിലേക്ക് ഒഴുകിയെത്തിയതോടെ കുട്ടികൾക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പതിയെ മക്കളെ ഇവരുടെ ബന്ധു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആ 2 കുരുന്നുകളും അലമുറയിട്ട് കരയുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ആ കുരുന്നുകളുടെ സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറിയത്. നിലവിളിച്ച് കരയുന്ന ആ 2 കുരുന്നുകളെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവിടെയുള്ളവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ജോലിസ്ഥലത്തും നാട്ടിലുമെല്ലാം എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഷഹന. മരണവാർത്തയറിഞ്ഞതോടെ ഓഫീസിലുള്ളവരും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ ഭർത്താവിനൊപ്പം വീട്ടിലേക്കുള്ള ആ മടക്കയാത്ര തന്റെ അവസാന യാത്രയായിരിക്കുമെന്ന് ഒരു നിമിഷം പോലും അവർ കരുതി കാണില്ല. ഇനി ഒരിക്കലും തന്റെ മക്കളെ കാണാൻ കഴിയില്ല എന്ന് അവർ ഒരിക്കലും നനച്ചു കാണില്ല. വിധിയുടെ ക്രൂരത എന്നല്ലാതെ എന്തു പറയാൻ. KSFE പാലക്കാട് ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറാണ് കരിങ്കരപ്പള്ളി കാരക്കാട് ലാൻഡ്ലിങ്സ് ഗാർഡൻ അഹലം വീട്ടിൽ ഷഹന. ഭർത്താവ് അബ്ദുൾ ജലീൽ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ്. ഇന്നലെ വൈകിട്ട് 6:10 പാലക്കാട് ചന്ദ്രനഗറിലുള്ള ITA റെസ്റ്റ് ഹൌസിന് സമീപമാണ് അപകടം നടക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി മറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. റോഡരികിലെ മണലിലും മെറ്റലിലും കയറിയാണ് ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഷഹന വലതുവശത്തേക്കും അബ്ദുൾ ജലീൽ ഇടതുവശത്തേക്കുമാണ് തെറിച്ചു വീണത്. തെറിച്ചു വീണ ഉടനെ തന്നെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഒരു ലോറി ഷഹനയുടെ തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കാലിനും കൈക്കും പരിക്കേറ്റ അബ്ദുൾ ജലീൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഖബറടക്കം പിന്നീട് നടക്കും. അൽഹാൻ, അഹിയാൻ എന്നിവർ മക്കളാണ്. എന്തായാലും ഈ ദാരുണമായ സംഭവം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്.